ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിൻ്ററായ കനോൺ PIXMA G2000 എന്ന പ്രിൻ്റർ എങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിന്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. പ്രിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പ്രിന്റ് ചെയ്യാൻ ആവശ്യമുള്ള പേപ്പർ ട്രയൽ വെക്കുക. കറക്റ്റായിട്ട് ആ സ്ലോട്ടിൽ തന്നെ കറക്റ്റായിട്ട് വെക്കണം. ഓക്കെ, ഇവിടെയാണ് പ്രിൻ്റ് ചെയ്ത് വരുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സാമ്പിൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വേർഡ് ഫയലാണത്. ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. കളർ ഡോക്യുമെൻ്റാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്ത് കീബോർഡിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതാണ് സാമ്പിൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമൽ കേസിൽ നമ്മൾ Ctrl+P അല്ലെങ്കിൽ ഇവിടെ മുകളിൽ ഓപ്ഷനിൽ പോയിട്ട് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിങ്സ്. ഒരു കണ്ടില്ല, ഇവിടെ നമുക്ക് കാര്യമായ ചേഞ്ചസ് ഒന്നും വരുത്താണ്ടാവില്ല. ജസ്റ്റ് ഡയറക്റ്റ് താഴെ കാണുന്ന ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രിൻ്റ് വരുന്നതാണ്. ഇവിടെ നമുക്ക് എത്ര കോപ്പീസ് വേണമെന്നുള്ളതും ഫുൾ, അതായത് 2-3 പേജസ് പ്രിൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ മുഴുവൻ പേജ് വേണം, അല്ലെങ്കിൽ കറൻറ്റ് പേജ് മാത്രം മതി, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അത് വലിയ സെറ്റിങ്സ് കാര്യങ്ങളൊന്നും ഈ ഒരു ഓപ്ഷനിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാൻ കഴിയും അത്. നമുക്കപ്പോൾ നോർമൽ കേസിൽ ഡയറക്റ്റ് Ctrl+P എന്ന് കൊടുത്താണ്ട് അല്ലെങ്കിൽ പ്രിൻ്റ് കമാൻഡ് കൊടുത്താണ്ട് ഇവിടെ താഴെ കാണുന്ന ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് കോപ്പീസ് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് പോകുന്നതാണ്. പ്രിൻ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോർമൽ സെറ്റിങ്സിലാണ് ഇത് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. കണ്ടില്ലേ, ഏകദേശം നമ്മളെ ഡോക്യുമെൻറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി Ctrl+P എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മുകളിൽ പ്രിൻ്ററിൻ്റെ പേരിൻ്റെ നേരെ പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മുകളിൽ കാണുന്നുണ്ടാവും. ആ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, ഈ മുകളിൽ കാണുന്ന ഈ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് കൂടുതൽ സെറ്റിങ്സുള്ള ഓപ്ഷൻസ് വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 2 ഓപ്ഷനാണ് മെയിനായിട്ടുള്ളത്. സ്റ്റാൻഡേർഡ്, ഫോട്ടോ പ്രിൻറ്റിങ്. നോർമൽ നിങ്ങൾ പ്ലെയിൻ പേപ്പറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡിലും, അതേപോലെ ഗ്ലോസി പേപ്പർ നല്ല ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഫോട്ടോ പ്രിൻറ്റിങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. അതേപോലെ ഗ്രേ സ്കെയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഗ്രേ സ്കെയിൽ ടിക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ പ്രിൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ പ്രിൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഗ്രേ സ്കെയിൽ ടിക്ക് ഒഴിവാക്കാനും മറക്കരുത്. പിന്നെ താഴെ മീഡിയ ടൈപ്പ്, നിങ്ങൾ ഏത് ടൈപ്പ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡിന് നോർമലി എല്ലാവരും പ്ലെയിൻ പേപ്പറാണ് സെലക്ട് ചെയ്യൽ. ഫോട്ടോ പേപ്പർ ഉപയോഗിക്കാം. അതിന് ഏറ്റവും നല്ലത് ഫോട്ടോ പ്രിൻറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷമായിരിക്കണം. അറിയില്ലേ. പിന്നെ അടുത്തത് പേപ്പർ സൈസ്. നമ്മൾ ട്രയൽ വെച്ച പേപ്പർ സൈസ് ഏതാണെന്നുള്ളതാണ് ഈ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇതിൽ ഏതാണെന്ന് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓറിയൻറ്റേഷൻ, പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. പോർട്രേറ്റിലാണ് നോർമൽ എല്ലാവരും ഉപയോഗിക്കാറ്. ലാൻഡ്സ്കേപ്പ് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുകയും ചെയ്യുക. പിന്നെ പ്രിൻറ്റ് ക്വാളിറ്റി, 3 ക്വാളിറ്റിയാണുള്ളത്. ഡ്രാഫ്റ്റ്, സ്റ്റാൻഡേർഡ്, ഹൈ. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂടുതൽ മൈലേജ് കിട്ടും, ഫാസ്റ്റ് പ്രിൻറ്റിങ് ആയിക്കാരം, പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ പ്രിൻറ്റിങ് ആയിരിക്കും, നല്ല ഇങ്ക് ഇറങ്ങിയാണ്ട് മാക്സിമം ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. ഇത് മെയിനായിട്ട് വരുന്നത് ഫോട്ടോ പ്രിൻറ്റിങ് അങ്ങനത്തെ അല്ലെങ്കിൽ ഹെഡ് കംപ്ലൈൻ്റ് ഒക്കെ വന്ന പ്രിൻ്ററുകൾക്കാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കൽ, ഹൈ എന്നുള്ള ഓപ്ഷന്. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡ് തന്നെ നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ അറിയാം, പ്രിൻറ്റ് ക്വാളിറ്റി ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പേജ് സെറ്റപ്പ്, പിന്നെ മുകളിൽ പേജ് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം നോർമലി ഈ ഒരു സെറ്റിങ്സ് ആണ് വരുന്നത്. ക്വിക്ക് സെറ്റപ്പ്, അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. താഴെ കാണുന്ന ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് പ്രിൻറ്റ് കമാൻഡ് ചെല്ലുന്നതാണ്. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യണം. പ്രിൻറ്റ് ചെയ്ത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.